തമ്പുരാന്റെ വചനങ്ങളോട് വിരുദ്ധമായി ഞാനോ നിങ്ങളോ എന്നെങ്കിലും നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മെക്കുറിച്ചാണ് അല്ലാഹു കഫറു എന്ന് പറഞ്ഞിട്ടുള്ളത്. നാം പലരും തെറ്റിദ്ധരിച്ചു. കാഫോ മീമോ എന്ന് ചോദിക്കുമ്പോൾ പേരിൻ്റെ ആദ്യാക്ഷരം നോക്കി കാഫിനെ തീരുമാനിച്ചു, മീമിനെ തീരുമാനിച്ചു. അല്ല കൂട്ടരെ, അല്ല. നമസ്കരിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ കാഫാണോ മീമാണോ എന്ന് തിരിച്ചറിയാം. ദാനധർമ്മങ്ങളിൽ ശ്രദ്ധയുണ്ടോ എന്ന് മനസ്സിലാക്കിയാൽ കാഫാണോ മീമാണോ എന്ന് തീരുമാനിക്കാം. അതാണ് പടച്ച തമ്പുരാൻ യാസീനിലൂടെ പഠിപ്പിച്ചത്. യാസീൻ ഓതി തീർത്തു പോകുമ്പോൾ ഇതിൽ എന്നെ ശാക്തീകരിക്കേണ്ട, എൻ്റെ നേർക്ക് വിരൽ ചൂണ്ടുന്ന ഈ വചനമുണ്ടെന്ന് നമ്മുടെ മനസ്സിലുണ്ടാകണം. ഞാൻ നൽകണം. എൻ്റെ അയൽപ്പക്കത്ത് പ്രയാസപ്പെടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, എന്നിട്ട് ഇവർ ചോദിക്കുന്ന എന്താ അറിയോ? ഈ ആളുകളുടെ ചോദ്യം, ഞങ്ങളങ്ങ് മരിച്ച നിങ്ങൾ ഈ പറയുന്ന മരണം, നിങ്ങൾ ഈ പറയുന്ന ഖിയാമത്ത്, നിങ്ങൾ ഈ പറയുന്ന സ്വർഗനരകം, രക്ഷാശിക്ഷ, എന്താണിതൊക്കെ? അങ്ങനെയൊന്നും ഇല്ല എന്ന് അന്ത്യദിനത്തെയും മരണത്തെയുമൊക്കെ തള്ളിപ്പറയുക. ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. മരണത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. മരിക്കാതെ നിൽക്കുമോ ആരെങ്കിലും? നമുക്ക് ഉറപ്പല്ലേ? എന്നാലും പ്രവാചകനെ ഉയർത്തി നമുക്കൊരു വരി, ഒരു പ്രവാചകനെ സംബന്ധിച്ച് വന്ന ഒരു ഭാഗം, വലൗ കാനത്തിദ് ദുനിയാ തദൂമു ലിവാഹിദിൻ ലകാന റസൂലുള്ളാഹി ഫീനാ മുഖല്ലദൂ. ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടി ദുനിയാവ് നിലനിൽക്കുമായിരുന്നെങ്കിൽ, അഥവാ മരണപ്പെടാതെ ആരെങ്കിലും നിൽക്കുമായിരുന്നെങ്കിൽ അത് നമ്മുടെ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമാകുമായിരുന്നു എന്ന്. അല്ലേ? സത്യമായും മരണപ്പെട്ടു പോകും. നമ്മൾ എന്ത് കോപ്പുകൾ ഒരുക്കു കൂട്ടിയാലും ശരി. നുഴിദ്ദുൽ മശ്റഫിയത വൽ അവാലി വതഖ്തുലുനൽ മനൂനു ബിലാ ഖിതാലിൻ. എന്തെല്ലാം ആയുധങ്ങളും സന്നാഹങ്ങളും കോപ്പുകളും മരുന്നുകളും ഓപ്പറേഷനുകളും നടത്തിയാലും ശരി, യാതൊരു യുദ്ധവുമില്ലാതെ മരണം നമ്മെ പിടികൂടും കേട്ടോ എന്ന്. പക്ഷേ ഒരു കാര്യം, അൽ മൗതു ബാബുൻ വകുല്ലുൻ നാസി ദാഖിലുഹു. എല്ലാവരും മരണമെന്ന കവാടത്തിലൂടെ കടന്നു പോകും. പക്ഷേ ഒരു കാര്യം മാത്രമേ സംശയമുള്ളൂ, ഫയാ ലൈത ശഅരി ബഅദൽ മൗതി മദ്ദാറു. മരണത്തിന് ശേഷം എൻ്റെ ഭവനമേതായിരിക്കും? അതുമാത്രമേ പിന്നെ ആലോചിക്കാനുള്ളൂ കൂട്ടരെ. എവിടെയായിരുന്നാലും മരിക്കും. യാതൊരു ശ്രദ്ധയില്ലാതെ, ലക്കും ലഗാനും ഇല്ലാതെ പോകുന്ന ആളുകളോട് ചോദിക്കുക ഒരു കവി, റുവൈദക യാ ഇൻസാനു ഐന തുസാരിഉ വറാഅക മൗതുൽ ലൻ തറാഹാ തതബഉ. ധൃതിപ്പെട്ടു പോകുന്ന മനുഷ്യ, നീ എങ്ങോട്ടാണ് ഈ ഓട്ടമോടുന്നത്? നിന്റെ തൊട്ടുപിന്നിൽ നിന്നെ പിടികൂടാനുള്ള മരണമുണ്ട്. വലൗ കുന്ത ഫീ ബുർജിൻ ശദീദിൻ ബിഹാരിസിൻ തമസ്സുക ഐദിൽ മൗതി മാ അൻത മാനിഉ. നീ എത്രയേറെ ശക്തമായ മണിമാളികക്കുള്ളിലാണെങ്കിലും ശരി, മരണത്തിൻ്റെ പിടിയിൽ നിന്ന് നിനക്ക് തടയാൻ യാതൊരു വിധത്തിലും കഴിയുകയില്ല കേട്ടോ. മരണമെന്ന ഓർമ്മ വേണം. മാളികപ്പൻ തട്ടിലേറി മതിമതിച്ചു സുഖിച്ചു വാഴും മനുഷ്യ, നിന്റെ മനസ്സിലൊരു ചിന്ത വേണം. മലക്കുൽ മൗത്ത് അസ്റായിലെത്തും ഓർമ്മ വേണം. 6 അടി മണ്ണിലാണ്